അമ്മ ചിന്നുവിന്റെ വീട്ടിലെത്താൻ? കുറച്ചും കൂടെ ഉണ്ടടാ മക്കളെ. നീ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതല്ലേ, നിനക്ക് ഓർമ്മയില്ലേ അതൊന്നും? ഞാൻ വഴിയൊക്കെ മറന്നു പോയമ്മേ. അതൊക്കെ ഞാൻ എങ്ങനെ ഓർത്തിരിക്കാനാ? മുടിയൻ ചേട്ടാ ഒന്ന് പെട്ടെന്ന് പോ, നമുക്ക് അവിടെ എത്തണ്ടേ? സമയം എന്തോരായി? പെട്ടെന്ന് പോന്ന് പറഞ്ഞാ വണ്ടി ഓടണ്ടേ, ഓടി എത്തണ്ടേ അവിടെ? റോഡില് വേറെ ആൾക്കാരൊക്കെ വണ്ടിക്ക് പോണതാ, എനിക്ക് അവരെയൊക്കെ ഇടിച്ചിട്ടിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ പലതും പറയും, അതൊന്നും നീ കേൾക്കാൻ നിക്കണ്ട. മുടിയൻ, നീ നേരെ നോക്കി വണ്ടി ഓടിച്ചങ്ങ് പോയാ മതി ട്ടാ. പിള്ളേര് പറയണൊന്നും കേട്ട് തുള്ളാൻ നിക്കണ്ട. അതെ, അമ്മ പറഞ്ഞ പോലെ സൂക്ഷിച്ചൊക്കെ ഓടിച്ചാ മതി. ശിവ, ഞാൻ ഇനി കുറച്ചു നേരം വിൻഡോ സീറ്റിൽ ഇരിക്കട്ടെ, നീ മാറിയേ. അതന്നെയല്ലേ പറഞ്ഞത്, ഇത്ര നേരം നീയല്ലേ ഇരുന്നേച്ചി, ഇനി ഞാൻ ഇരിക്കട്ടെ, മാറ്. ഹോ, ഞാൻ എത്ര നേരം ആലോചിക്കണായിരുന്നു, ഇതുവരെയായിട്ട് ഒരു പ്രശ്നമില്ലല്ല, തല്ലൊന്നുമില്ലല്ല. അപ്പൊ തുടങ്ങി രണ്ടും കൂടെ. ഇനി വിൻഡോ സീറ്റിന്റെ പേര് കടന്ന് തല്ലി പിടിക്കേ. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, രണ്ടിനെയും കൂടെ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ മാത്രം പോകും, പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ, ഇവളല്ലേ ഇത്ര നേരം ഇവിടെ ഇരുന്നേച്ചത്, ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഇരിക്കട്ടെ, അവളോടൊന്ന് മാറാൻ പറ അമ്മ. ഇപ്പൊ തന്നെ സ്ഥലം എത്തില്ലേ, ഇച്ചിരി നേരമല്ലേ ഞാൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചുള്ളൂ. ശിവാല ചേച്ചി ഇച്ചിരി നേരം ഇരിക്കട്ടെ, മാർക്ക് കൊടുത്തേ നീ. ആ, അത് തന്നെ ഞാനും പറഞ്ഞു, ഇച്ചിരി നേരം കൂടെ അല്ലേ അവിടെ എത്താനുള്ളൂ. ഇത്ര നേരം ഇവിടെ ഇരുന്നില്ല, ഇച്ചിരി നേരം ഞാൻ ഇരിക്കട്ടെ അമ്മ. ശിവ, കിടന്ന് വേഷം കേട്ടല്ലേ, ഇച്ചിരി നേരം ലച്ചേച്ചി ഇരിക്കട്ടെ അവിടെ. അല്ലെങ്കിൽ രണ്ടിനെയും കൊണ്ട് തിരിച്ചാക്കിയിട്ട് ഞങ്ങൾ മാത്രം പോണോ? ഒന്നങ്ങണ്ട് വെച്ച് തന്നോണ്ടല്ലോ, വല്ലാത്ത വേഷം കേട്ട പെണ്ണിന്. അവള് മാറി തരാന്ന് പറഞ്ഞപ്പോ വെറുതെ ആ കൊച്ചിനിട്ട് പിരിയേറ്റണേ അവള്. ഞാനൊന്നും പറയണില്ലേ, ഇവളോട് മാറി തരാൻ പറ. മാറി ശിവ. എടാ മക്കളെ, സ്ഥലം എത്താറായാടാ. ഇത് നമ്മള് സാധാ പോണ വഴിയല്ലല്ലോ ഇത്. ആ അമ്മ, ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാ പോണേ. അപ്പത്തേനും ഇച്ചിരിയും കൂടെ സിമ്പിൾ ആയിട്ടുള്ള വഴി കൂടെ നമ്മ പോണം. അപ്പൊ നമ്മ ഇച്ചിരിയും കൂടെ പെട്ടെന്ന് എത്തും. ആടാ മക്കളെ, എങ്കിൽ നീ നേരെ നോക്കി വണ്ടി ഓടിക്കും, നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. തുടങ്ങി, പിന്നെയും തുടങ്ങി. കൊണ്ടാക്കണാ, തിരിച്ചു കൊണ്ടാക്കണാ? എടാ മക്കളെ, നോക്കി ഓടിക്കേ, ഒരു വണ്ടി ചീറി പാഞ്ഞാണ്. ഇവന്മാർക്കൊന്നും കണ്ണും മുക്കും വായില്ലാണ്ടാണ് വണ്ടി ഓടിക്കണ. ഓ അമ്മ, ഞാനത് കാണണുണ്ട്. അമ്മ ഇങ്ങനെ കിടന്ന ഒച്ച ഉണ്ടാക്കല്ലേ, എന്റെ എല്ലാ കോൺസെൻട്രേഷനും കൂടെ പോവും. മനുഷ്യന്റെ പാതി ജീവൻ പോവും അമ്മേന്റെ ഒച്ച കേട്ട് കഴിഞ്ഞാ. പിന്നെ പറയേണ്ടത് പറയണ്ടേ, ഞങ്ങളല്ലേ പേടിച്ച് ബാക്കിലിരിക്കണത്. നിന്റെയൊക്കെ ഓടിക്കലിനും ഞങ്ങള് പേടിച്ചാ പുറകെ ഇരിക്കണത്. ആ, എങ്കിൽ ഞാൻ ഓടിക്കണില്ല, ഞാൻ ദേ മാറിത്തരാം, അച്ഛനോട് ഓടിക്കാൻ പറ. ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ തല്ലു പിടിക്കാൻ വരാതെ മര്യാദക്ക് നോക്കി വണ്ടി ഓടിക്കടാ. ആ, ഇത് വല്ലാത്ത പാട്. ഇവിടെ മര്യാദക്ക് വണ്ടി ഓടിച്ചോണ്ടിരുന്ന എന്നോട് ഓരോന്നും പറഞ്ഞ് തല്ലുപിടിക്കാൻ അമ്മ വന്നിട്ട് ഇപ്പൊ ഞാനായ തല്ലുപിടുത്തക്കാരെ. ഓ, ആരോട് ഞാനൊന്നും പറയണില്ലേ, ഞാനിവിടെ മിണ്ടാതെ പ്രശ്നം തീരില്ലേ. നീ നേരെ നോക്കി വണ്ടി ഓടിക്കും, ഞാനൊന്നും മിണ്ടണില്ല. ആ, അങ്ങനെ വല്ല നല്ല കാര്യം ചെയ്യമ്മ. മക്കളെ, ആ കാണുന്നതാ വീട്, ഇവിടെ എങ്ങാനും നിർത്ത്. അമ്മ പറയണ പോലെ അങ്ങനെ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റില്ല. ആ, ഞാൻ ദേ ഒതുക്കാം. ശരിടാ മക്കളെ. എടാ, റോഡ് ക്രോസ് ചെയ്യുമ്പോ സൂക്ഷിച്ചും കണ്ടൊക്കെ ക്രോസ് ചെയ്യും. എല്ലാരും അമ്മന്റെ കൂടെ തന്നെ എല്ലാരും ഒന്നിച്ച് ക്രോസ് ചെയ്യട്ടാ. നാളെ എത്ര മണിക്കാടി ബർത്ത്ഡേ പരിപാടി? നാളെ 5 മണിക്ക്. നിങ്ങളെല്ലാരും എത്തിയേക്കൂലേ? അത് പിന്നെ ചോദിക്കണോടി പെണ്ണെ, ഞങ്ങള് വരാതെ പിന്നെ ഇവിടെ വേറെ ആര് വരാനാ? ഞങ്ങളെപ്പ എത്തിന്ന് വിചാരിച്ചാ മതി. ആ, നിങ്ങൾ നാളെ നേരത്തെ പോരി, അപ്പൊ നമുക്ക് നാളെ ഇവിടെ അടിച്ചു പൊളിക്കാം. അത് പിന്നെ പറയാനുണ്ട്, അടിച്ച് പൊളിച്ച് തകർക്കാം നമുക്ക്. ചിന്നുകുട്ടീന്റെ ബർത്ത്ഡേ അല്ല, പറഞ്ഞ പോലെ കാന്താരി എന്തി അപ്പുറത്തെങ്ങാണ്ടും പോയി കളിക്കണ്ട്. എല്ലാ ദേ അവിടെ ആരാ വന്നേന്ന് നോക്കിയേ. ആരാ? അമ്മോ, കൊറേ വിരുന്നുകാരുണ്ടല്ല. ആ, വാ വാ, എല്ലാരും ഇങ്ങോട്ടേക്ക് വാ. ആ, വാ. ഇതാരൊക്കെയാ? എല്ലാരും അകത്തേക്ക് കയറി വാ. എന്താ പാതിക്കെ തന്നെ നിന്ന് കളഞ്ഞത്? പാറുമോളെ, ആന്റിയുടെ കള്ളിപ്പെണ്ണിങ്ങ വന്നേ. ആന്റിയുടെ പാറുമോളിങ് വാ, ആന്റി എടുക്കട്ടെ. അയ്യടി കേമി, അങ്ങനെയൊന്നുമില്ല ആന്റിക്ക്. ആന്റിക്ക് എല്ലാരും വേണം. വാ,
എല്ലാരും അകത്തേക്ക് കയറ്. എന്തിവിടെ ഇങ്ങനെ പുറത്ത് തന്നെ നിക്കണത്? ശിവക്കുട്ടിയും കേശുക്കുട്ടനും ഒക്കെ വാ, ആന്റിയുടെ അടുത്തേക്ക് ഓടി വാ. ലച്ചു എന്താടി നോക്കി നിക്കണ? വാടി. എടാ വിഷ്ണു, നിന്നെ ഇനി പ്രത്യേകം വിളിക്കണ. എല്ലാരും അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നോണം. ഇവനൊക്കെ പോത്തുപോലെ വളർന്നല്ല, വലിയ ചെറുക്കനായല്ല. അപ്പൊ ഞാനാ? ആ, നീയും വളർന്നു വലിയ പോത്തുപോലെ ആയി. എല്ലാം വലുതായി. എല്ലാം ഞാൻ കാണുമ്പോ ഇച്ചിരിക്കോളം ഉള്ളു എത്തത്തിങ്ങള്. ഇപ്പൊ എന്ത് വലിയ പിള്ളേരായി. നിന്നെയൊക്കെ പിടിച്ച് കെട്ടിക്കാറായല്ലാടി. ഹോ, ഞാൻ പോണ്. എന്ത് പറഞ്ഞാലും കറങ്ങി തിരിഞ്ഞ അവസാനം എന്റെ കല്യാണക്കാരത്തിലേക്കാളും ഞാൻ പോണേ. ഞാനെങ്കി ഇറങ്ങട്ടെ. നിങ്ങൾ ബന്ധുക്കാരൊക്കെ കൂടെ സംസാരിച്ചിരിക്കും. അതെന്ത് വർത്താനാണ് രമേ ഈ പറയണത്? രമേൻ വാ, കൂടെ വാ, അകത്തേക്ക് വാ. നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ചിരിക്കാൻ കുറച്ചു നേരം. അതൊന്നും വേണ്ട ചേച്ചി. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നൂറുകൂട്ടം പണിയുണ്ട്. ആ പണിയൊക്കെ തീർത്തിട്ട് വേണം. ഇനി നാളെ ഇവിടെ പരിപാടിയൊക്കെ അല്ലേ. അപ്പൊ എനിക്ക് അവിടെ കുറച്ച് ഒതുക്കി പറക്കാനൊക്കെ ഉണ്ട്. നീ പോകല്ലേടി, അവര് വന്നതല്ലേ ഉള്ളൂ. കുറച്ചേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ പോവാം. എടി അതൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ ചെന്ന് കുറച്ച് പണി ഒതുക്കി പറക്കാനൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഞാനൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോ വരാം ഇങ്ങോട്ടേക്ക്. ആ, എങ്കിൽ ശരി രമേ. രമ പോയിട്ട് വാ. എല്ലാരും വന്ന കാലിൽ തന്നെ നിക്കാതെ വാ, അകത്തേക്ക് കയറ്. ആ, അത് ശരിയാണല്ലോ. വാ, നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് കയറാം. ബാലേട്ട അവിടെ കയറി ഇരിക്കി. എന്തെങ്ങനെ നിന്ന കാലിൽ തന്നെ നിക്കണത്? ആ സീതേ, ഞാൻ ഇരിക്കാം. വാടി, നമുക്ക് കുറച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാം. വാ, കൊറേ നാളായില്ലേ നിന്നെ കണ്ടിട്ട്. ഒരു ബർത്ത്ഡേക്കാരി എന്തേ, അവളൊന്നും കണ്ടില്ലല്ലോ. ആദ്യം നീ അവളിങ്ങോട്ട് വിളി. ചിന്നു, മോളെ ചിന്നു, ഒന്നിങ്ങ വന്നേ. ദേ നിന്നെ കാണാൻ എല്ലാരും വന്നേക്കണ്. എന്താ അമ്മേ വിളിച്ചേ? ദേ ഇവിടെ ആരൊക്കെ വന്നേക്കണേ നോക്കിയേ നീ. ഹായ്, ഇത് ആരൊക്കെ വന്നേക്കണേ? കേശു, ശിവ, പാറുട്ടി, വാ നമുക്ക് കളിക്കാം. ലച്ചേച്ചി വാ, ലച്ചേച്ചി. വിഷ്ണു ചേട്ടാ വാ. ഞാൻ വന്നില്ല, നിങ്ങളൊക്കെ പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാം. പാറക്കുട്ടി, ശിവ, കേശു വാ, നമുക്ക് പോയി കളിക്കാം. ഞാനിവിടെ ഇരുന്നോളാം. എടി ലച്ചു, നീലു വാ, നമുക്ക് റൂമിൽ പോയിരുന്ന് കുറച്ച് പണ്ടത്തെ വിശേഷമൊക്കെ പറയാം. വാ. ഞാൻ പോയി ഇച്ചിരി നേരം ടി വി കണ്ടിട്ട് വരാം. നീ വന്നണ്ടാടാ? ഏയ്, ഞാൻ വന്നില്ല അച്ഛാ. ഷോ, എല്ലാരെയും കണ്ട് മീനുവിനെ മാത്രം കാണാനില്ലല്ലോ. ഇവളിതെവിടെ പോയി? ഷേ, അവളിതെവിടെ പോയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ നാളെ കാണുന്നവരെ ബൈ, ലവ് യു.